ചിത്ര എന്നൊരു വ്യക്തിനെ ഇങ്ങനെ അതെ എന്തും പറയാന്നുള്ളവരല്ലേ അത് പറയുള്ളൂ. ചിത്രേനെ പോലുള്ള ഒരു വ്യക്തിനെ അങ്ങനെ പറയാനും പാടില്ല. എല്ലാവരും നശിപ്പിക്കുക, സൈബർ ആക്രമണം. ഇവരെന്താ വിചാരിക്കണത്? എല്ലാവരും പേടിക്കുമെന്ന്. പേടിക്കൂല, ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഈ പറഞ്ഞ CPM മുഴുവൻ അമ്പലങ്ങളിൽ പോയി കിടക്കുന്നുണ്ട്, അവരെ കാര്യത്തിന് വേണ്ടി അവർ നടക്കുന്നുണ്ട്. അങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താ പറയുക, നമ്മുടെ കേരളീയർ അങ്ങനെയായി പോയി. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വിവരമില്ലായ്മ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ചിത്ര എന്നൊരു വ്യക്തിനെ ഇങ്ങനെ അതെ എന്തും പറയാന്നുള്ളവരല്ലേ അത് പറയുള്ളൂ. നമുക്കൊക്കെ അതിനോട് എതിർപ്പാണ്. കാരണം ചിത്ര എന്ന് വെച്ചാൽ നല്ലൊരു വ്യക്തി, എന്തോരം പാട്ടുകളാണ് നമുക്ക് വേണ്ടി പാടിയേക്കണേ. അങ്ങനെ ഒരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ആൾക്കാരല്ലേ അങ്ങനെ പറയുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യും. അവരവരുടെ കാര്യം നോക്കട്ടെ. അവരുടെ പുറകെ പോകാനും നമുക്ക് പിന്നെ കഴിയാവുന്നൊക്കെ അവരോട് പറയും. അത്രയേ ഉള്ളൂ. അവർക്ക് വിവരം ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു. എല്ലാവർക്കും ഉള്ളതാ ദൈവവിശ്വാസം, എല്ലാവർക്കും ഉള്ളതാ. ഈ പറഞ്ഞ CPM മുഴുവൻ അമ്പലങ്ങളിൽ പോയി കിടക്കുന്നുണ്ട്, അവരെ കാര്യത്തിന് വേണ്ടി അവർ നടക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഈ BJP എന്ന് പറയുമ്പോൾ മാത്രമേ അവർക്ക് ഒന്നാത്തരം കുശുമ്പ് അതിൻ്റെ ഇതുകൊണ്ടാണ്. രാമാവതം എന്ന് പറഞ്ഞാലോ എല്ലാവരും കാത്തിരുന്ന് എത്ര കൊല്ലമായിട്ട് കാത്തിരുന്നിട്ട് ഒരു കിട്ടിയ ഒരു അവസരമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം തന്നെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ വേറെ കുശുമ്പ് കൊണ്ട് മാത്രം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അത് തന്നെയാണ് എനിക്കും സെയിം തന്നെ പറയാനുള്ളത്. നമ്മളെ ജനിച്ച നാളോട്ട് ഈ സംഘടനയായിട്ട് ചേർന്ന് പോകണോണ്ട് നമ്മൾക്കൊന്നും തൊട്ട് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം എൻ്റെ വിശ്വാസം അതെനിക്ക് വലുത് തന്നെയാണ്. അപ്പം ചിത്രത്തെ സംബന്ധിച്ചൊരു ഹിന്ദു അല്ലേ, അതിന് ആ ഒരു വിശ്വാസത്തിൽ പറഞ്ഞു. അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും പലതും തോന്നാം. അതിലാർക്കും അഭിപ്രായത്തിന് വിലയില്ല. ചിത്ര ചേച്ചിയാണ്, ഞാനായിരിക്കും. നമ്മുടെ വിശ്വാസം തന്നെയാണ്. അല്ല, ഇതൊരിക്കലും ശരിയായ നടപടിയല്ല. ചിത്രേനെ പോലുള്ള ഒരു വ്യക്തിനെ അങ്ങനെ പറയാനും പാടില്ല. അതൊക്കെ വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്ന്, എല്ലാവരും ബോധവാന്മാരാകട്ടെ. മറ്റുള്ളവരിൽ നിന്ന് അവരനുഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ എല്ലാവരും. എന്തിനു വേണ്ടിയാണ് നമ്മളിതിന് ഇറങ്ങി? സത്യസന്ധമായ കാര്യങ്ങളാണ് അല്ലേ ഇത്. ഇവർ കള്ളപ്രചരണം അടിച്ചിറങ്ങിക്കൊണ്ട് എല്ലാവരും നശിപ്പിക്കുക, സൈബർ ആക്രമണം. അതല്ലേ ഇവരുടെ അജണ്ട. അതിൽ നിന്ന് ഒരു മോചനം നമുക്ക് വേണം. അതിനു വേണ്ടിയാണ് കുടുംബം വരെ തകർക്കണ രീതിയിലല്ലേ. എന്താ കാരണം? അല്ലെങ്കിൽ എന്താ ഉള്ളത്? ഇവരെന്താ വിചാരിക്കണത്? എല്ലാവരും പേടിക്കുമെന്ന്. പേടിക്കൂല, ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇനി ഞങ്ങൾ ആരും പുറകോട്ട് പോകില്ല. തല പോയിട്ട് പണം ചോറ് തിന്നാറില്ല. ഞങ്ങളൊക്കെ മുന്നോട്ട് തന്നെ വരും. അടുക്കളയിൽ നിന്ന് അരങ്ങോട്ടേക്ക് തന്നെ അങ്ങനെ പറയണം. അവർക്ക് തന്നെ അത് കിട്ടിക്കോളും പ്രതിഫലം. അടകടന്ന് വിമർശിക്കട്ടെ. ഒരു നല്ലൊരു കാര്യം. എത്രയോ കൊല്ലങ്ങളായി ഇതിങ്ങനെ നടക്കാതിരുന്നൊരു സംഭവം നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ഞങ്ങൾക്ക് അഭിമാനമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് സന്തോഷം. ഇന്ന് വന്ന് കണ്ടതിൽ ഞങ്ങൾക്ക് ഒന്ന് കൈകൊണ്ടൊന്ന് തൊടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒത്തില്ല. അങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മളൊക്കെ ഹിന്ദുത്വം എന്ന് വെച്ചാൽ ഒരു മതമല്ല, എന്നാലും നമ്മളൊരു ജപിക്കണ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞ ശബരിമലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ഹിന്ദു തന്നെയല്ല, എല്ലാ മതക്കാരും വിശ്വസിക്കുന്നു ശബരിമലയ്ക്ക്. അപ്പോൾ നമ്മളങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു മഹാഭാവം പിടിച്ചതാണത്. വെറുതെ എന്തിനാണ് ഒരു മീഡിയ അല്ല അങ്ങനെ ഒരു സൈബർ അറ്റാക്കിൻ്റെ ഒരു ആവശ്യമുണ്ടോ അവരുടെ നേരെ? നല്ലൊരു വ്യക്തിത്വമല്ലേ, വെറുതെ അതിൻ്റെ ഒരു ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, അത് നല്ല കാര്യമല്ലേ നാമജപം പറയണത്. ഞങ്ങളൊക്കെ ചെയ്യും. അത് ഇതറിവില്ലാത്തവരും അതിൻ്റെ ഇതില്ലാത്തവരൊക്കെ അങ്ങനെ പറയും. അത് ശരിയല്ല, ഒട്ടും ശരിയല്ലാണ്. പക്ഷേ ഇത് എന്താ പറയുക, നമ്മുടെ കേരളീയർ അങ്ങനെയായി പോയി. എല്ലാവരും അല്ല, ഹിന്ദുക്കളാണെങ്കിലും CPM ആൾക്കാരാണ് കൂടുതലും അങ്ങനെ ഇതാകണം. ചിത്ര ഒരു ഹിന്ദുവാണെന്നുള്ളത് സമൂഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഒരു ഹിന്ദുവിൻ്റെ ആചാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് സൈബർ ആക്രമണം ചെയ്യുന്നത് ഹിന്ദുക്കളല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ മമ്മൂട്ടിക്കാണെങ്കിലും മമ്മൂട്ടിയുടെ ആചാരങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ ഒരു സൈബർ ആക്രമണവും കേരളത്തിലുണ്ടാവുന്നില്ല. ഒരു നമ്മളുടെ ഹിന്ദുവിൻ്റെ ലോകം മുഴുവൻ നമ്മളിന്ന് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകരാജ്യങ്ങൾ തന്നെ ആ സമയത്ത് അവധി കൊടുത്തിട്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം ഇത്തരത്തിലൊരു നമ്മുടെ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ചിത്ര അത്തരത്തിലുള്ള പ്രസ്താവന നടത്തി കഴിഞ്ഞപ്പോൾ അതിനെതിരെ ആക്രമണം നടത്താനായിട്ട് ഇവിടെ മുതിരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വിവരമില്ലായ്മ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ.